കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. 1975 ഐക്യരാഷ്ട്രസഭ വനിതാ ദിനം ആചരിക്കാൻ തീരുമാനിക്കുന്നത്, മാർച്ച് 8 പക്ഷെ അതിനുമൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 1910 കോപ്പൻഹേഗിൽ ചേർന്ന് പണിയെടുക്കുന്ന തൊഴിലാളികളായ 100 സ്ത്രീകൾ, അത് 100 സ്ത്രീകൾ, ആ 100 സ്ത്രീകൾ അവരുടെ തൊഴിൽ വേതനത്തിൻ്റെ തുല്യതയ്ക്കും പണിയെടുക്കാനുള്ള അവകാശത്തിനും ഇത്തരം കാര്യങ്ങൾ അധികാരികളോട് പറയുന്നതിനുമായി ഒരുമിച്ച് ചേരുകയാണ്. അന്ന് ജർമ്മൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന, ഞാൻ ആ വനിതയുടെ പേര് മറന്നുപോയി, അവരാണ് വനിതകൾക്കായി ഒരു ദിനമുണ്ടാവണം, വനിതകൾക്കായി ഒരു ദിനമുണ്ടാവണം എന്നാവശ്യപ്പെടുകയും ആ യോഗത്തിൽ വെച്ചിട്ടാണ് വനിതാ ദിനം എന്ന കൺസെപ്റ്റ് ആദ്യം ലോകത്തിന് മുമ്പിലേക്ക് വെക്കുന്നത്. പിന്നീടാണ് ഐക്യരാഷ്ട്രസഭ അത് ടേക്കപ്പ് ചെയ്യുകയും 1975 ഔദ്യോഗികമായി ഐക്യരാഷ്ട്രസഭ മാർച്ച് 8 വനിതാ ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാതൃക കുടുംബശ്രീ എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 45 ലക്ഷത്തിലധികം വനിതകൾ കുടുംബശ്രീയുമായി ബന്ധപ്പെടുന്നു എന്നുള്ള കണക്ക്. ആ കുടുംബശ്രീകളെ നാളിതുവരെ പരിഗണിക്കാൻ കേരളത്തിലെ ഒരു മാധ്യമവും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഈ മാധ്യമങ്ങളുടെ ഒരു കുഴപ്പമുണ്ട്, അത് ഞങ്ങളുടെ ഉള്ളവരുടെ ഒരു പ്രശ്നമാണ്. നമ്മൾ പലപ്പോഴും വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള, പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് മാർക്ക് റേറ്റിൽ കിട്ടാൻ പറ്റുന്ന വാർത്തകളുടെ പുറകെ നമ്മുടെ ക്യാമറകൾ പോകും. അതാരുടെയും കുറ്റമല്ല, കാരണം ഒരേ സമയം നമുക്ക് നിലനിൽക്കുക കൂടി വേണമല്ലോ. അപ്പോൾ സ്വാഭാവികമായും പെട്ടെന്ന് അത്തരം വിഷയങ്ങൾ പോകുമ്പോൾ നമ്മൾ കാണാതെ പോകുന്ന, എന്നാൽ കാണേണ്ടതായിരുന്ന കാഴ്ചകളെ കാണാതെ പോയിട്ടുണ്ട് പലരും. പക്ഷെ അങ്ങനെ പോകേണ്ടിയിരുന്ന ഒരു കാഴ്ചയാണ്, കാണേണ്ടിയിരുന്ന കാഴ്ചയായിരുന്നു കുടുംബശ്രീയുടെ ചരിത്രം, അവരുടെ അതിജീവനവും നിലനിൽപ്പും. ഇപ്പോൾ ആശാവർക്ക് 20 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്നു. ഈ സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എത്രത്തോളം പണിയെടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഒന്നെങ്കിൽ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ, അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ാണ് നമ്മൾ നമ്മുടെ തൊട്ടടുത്ത ആശാവർക്കറെ അന്വേഷിക്കുന്ന ഒരു കുടുംബശ്രീ യൂണിറ്റിനെ തേടി പോവേണ്ടി വരുന്നത്. അപ്പോൾ അത്തരം കുടുംബശ്രീകൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ കേരള വിഷൻ ന്യൂസ് ഇപ്പോൾ സംരംഭകരെ, ഓരോ ജില്ലയിലെയും മികച്ച സംരംഭകരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാ ജില്ലകളിലും വെച്ചിട്ട്. അപ്പോൾ അതിൽ ആ ഓരോ യൂണിറ്റിലെയും കലാകാരികൾ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം വലിയ പ്രാക്ടീസ് ചെയ്ത്, വലിയ പ്ലാറ്റ്ഫോമിൽ ഡാൻസ് ചെയ്തും അതുപോലെ തന്നെ സ്കിറ്റ് അവതരിപ്പിച്ചുമൊക്കെ പരിചയമുള്ള വലിയ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ മാറി നിൽക്കുന്ന രീതിയിലാണ് ഈ ചെറിയ യൂണിറ്റിലെ, കുടുംബശ്രീ യൂണിറ്റിലെ അമ്മമാരും അവരുടെ കുട്ടികളുമൊക്കെ ഒരു സ്റ്റേജ് കിട്ടുമ്പോൾ പെർഫോം ചെയ്യുന്നത്. അവർക്കൊരു വേദിയില്ല എന്നുള്ളത് സത്യം. അങ്ങനെ ഒരു വേദി കിട്ടിയാൽ, ഇങ്ങനെ ലൈം ലൈറ്റുകൾക്ക് മുമ്പിൽ നിൽക്കാനൊരു അവസരമുണ്ടായാൽ, അവരെത്തിച്ചേരാൻ അവർക്ക് കഴിയുന്ന പദവികൾ എത്രയാണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് അത്ഭുതം തോന്നും. അതൊക്കെ അവർക്ക് നഷ്ടമായി പോയല്ലോ. കാരണം ഈ പറഞ്ഞ ഇവരെ പിടിച്ചുകൊണ്ടുവരാൻ, അവർക്കൊരു അവസരം കൊടുക്കാൻ, ഒരു വേദി കൊടുക്കാൻ നമ്മൾ ഉണ്ടാവാത്തതിൻ്റെ പേരിൽ അങ്ങനെ അറിയപ്പെടാതെ പോയ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ അത്തരം മനസ്സിലായി. അതുപോലെ സ്ത്രീകൾ സ്വയം അവർ നടത്തുന്ന സംരംഭങ്ങൾ അതിപ്പോൾ ചെറിയ ചെറിയ യൂണിറ്റുകളാവാം എങ്കിൽ പോലും ബാഗിൻ്റെ യൂണിറ്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ മറ്റ് സ്നാക്സ്
പണം സ്വപ്നം കണ്ട് തുടങ്ങുന്ന പ്രായത്തിൽ ചേർത്ത് പിടിച്ചു. ആദ്യം ആ മനസ്സിനെയാണ് നാം ശക്തിപ്പെടുത്തേണ്ടത്. ഭർത്താവും കുട്ടികളും കുടുംബവും അല്ല എന്ന് സ്ത്രീ അവളെ ബോധ്യപ്പെടുത്തണം. ഇതൊന്നുമല്ല സ്ത്രീ എന്ന് സ്വയം ബോധ്യപ്പെടണം. ഞാൻ ഈ ലോക ഇതിൻ്റെ പിറവിയുടെ ഉടമയാണെന്നും ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ ഇവിടെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ മറ്റാരേക്കായാലും അവകാശമുള്ളവളാണെന്നും സ്ത്രീ സ്വയം ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെടുമ്പോഴാണ് തനിക്ക് നേരെ വരുന്ന പ്രതിസന്ധികളോട് വീഴുന്ന കൈയുടെ ഉടമയുടെ കണ്ണിൽ നോക്കി മാത്രം ആ ജ്വലിക്കുന്ന കണ്ണിൽ നിന്ന് പിൻവലിക്കും. കണ്ണകി അതാ പഠിപ്പിക്കുന്ന ചരിത്രം. കാരണം ഒരു സമൂഹത്തെ മുഴുവൻ ആ കോപാഗ്നിയിൽ എരിച്ച് കളഞ്ഞ കണ്ണകിയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. എത്രയോ റാണി ലക്ഷ്മിബായി തൊട്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാതകളിൽ നമുക്ക് ഉജ്ജ്വലമായ ഓർമ്മകൾ നൽകി ചരിത്രത്തിലേക്ക് കടന്നുപോയ സ്ത്രീരത്നങ്ങൾ എത്രയോ ആളുകളാണ്, എത്രയോ പേരാണ്. പക്ഷെ നമ്മളിപ്പോൾ അവരെ ഒന്നും കാണുന്നില്ല, അവരെ മനസ്സിലാക്കുന്നില്ല, അവരെ നമ്മുടെ കുട്ടികൾ പഠന വിഷയമാക്കുന്നില്ല. അവരുടെ മുമ്പിൽ മറ്റു ചില റോൾ മോഡൽസാണ്. അത് സിനിമയോ സീരിയലോ അല്ലെ അതിൽ മാത്രം കണ്ടുമറയുന്ന ആളുകളിലേക്ക് കുഞ്ഞു യുവത്വങ്ങൾ മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളതും നാം പരിശോധിക്കണം. അപ്പം അവരെയൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. എല്ലാത്തിനെയും തിരുത്താൻ കഴിയുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് സ്നേഹമാണ്. എന്തിനേയും തിരുത്താൻ കഴിയുന്നത് സ്നേഹത്തിന് മാത്രമേ ഉള്ളൂ. അധികാരം കൊണ്ടും പദവി കൊണ്ടും ഭീഷണി കൊണ്ടും നമുക്കൊന്നിനെയും ശാശ്വതമായി മാറ്റിയെടുക്കാൻ കഴിയില്ല. ശാശ്വതമായി ഒരാളെ തിരുത്തണമെങ്കിൽ, തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, മാറ്റണമെങ്കിൽ അതിന് നമ്മുടെ ഏറ്റവും നല്ല ആയുധം സ്നേഹം മാത്രമാണ്. പ്രകൃതിയുടെ സൃഷ്ടിക്ക് ഈ രൂപമായ ചൈതന്യത്തിനെ സംബന്ധിച്ച് പിന്നെ ഒരു സൃഷ്ടിയുടെ ആവശ്യം എന്താ? അദ്ദേഹം പൂർണ്ണനാണല്ലോ. അപ്പോൾ പിന്നെ സൃഷ്ടിക്കുവാൻ ഈശ്വരനെ പ്രചോദിപ്പിച്ച ഒരു ഘടകമുണ്ടാവും. അപ്പോൾ അതിങ്ങനെ പലയിടത്തും തിരഞ്ഞിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത്രയ്ക്ക് വലിയ മതപ്രഭാഷകനൊന്നും അല്ലാത്ത എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു തമാശയ്ക്ക്, അല്ല അദ്ദേഹം മരിച്ചുപോയി, എന്തായിരിക്കും ഈശ്വരനെ പ്രചോദിപ്പിച്ച ഘടകം? അദ്ദേഹം പറഞ്ഞു, ലവ്, സ്നേഹം മാത്രമാണ് ഈശ്വരനെ സൃഷ്ടിയിലേക്ക് പ്രചോദിപ്പിച്ച പിന്നിലെ ഘടകം. അതൊരു സത്യമാണ്. ആ സ്നേഹത്തിന് മാത്രമേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തിരുത്തൽ ശക്തിയാകാൻ കഴിയുള്ളൂ. അതിലും വലിയ വേറെ ആയുധമില്ല. ആ സ്നേഹത്തെ ഏറ്റവും നന്നായി നൽകാൻ കഴിയുന്നത് സ്ത്രീക്കാണ്. ഏറ്റവും നന്നായി ആ സ്നേഹത്തെ കൊടുക്കാൻ കഴിയുന്ന സ്ത്രീക്കാണ് ലോകത്ത്. അത് അമ്മയുടെ രൂപത്തിൽ, ഭാര്യയുടെ രൂപത്തിൽ, സഹോദരിയുടെ രൂപത്തിൽ, സുഹൃത്തിൻ്റെ രൂപത്തിൽ ഒക്കെ ആ സ്നേഹത്തെ അതിൻ്റെ പരിപൂർണതയിൽ പ്രസരിപ്പിക്കാൻ കഴിയുന്നത്, നൽകാൻ കഴിയുന്നത് സ്ത്രീക്കാണ്. ആ സ്നേഹമാണല്ലോ നമ്മളെയൊക്കെ ഇപ്പോഴും നമ്മുടെ അമ്മയുടെ ആ ഓർമ്മയിലേക്ക് കൊണ്ടുപോവുക. ഞാനെപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഈ സ്ഥാനങ്ങളിലും അല്ലെങ്കിൽ അങ്ങനെ പല ഇതിലും വന്നതിന് ശേഷം പലപ്പോഴും കേരളത്തിനകത്തെയും പുറത്തെയും ഒക്കെ വലിയ ഹോട്ടലുകളിലും ഒക്കെ താമസിക്കാനും ഉറങ്ങാനും ഒക്കെയുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട്, റിസോർട്ടുകളുണ്ട്, അങ്ങനെ പലയിടത്തും. ഞാനെപ്പോഴും പറയും, ഏത് ഹോട്ടലിലൊക്കെ പോയി കിടന്നിട്ടുണ്ടെങ്കിലും ഉറങ്ങിയിട്ടുണ്ടെങ്കിലും എൻ്റെ അമ്മയുടെ
കൈത്തണ്ടയിൽ കിടന്നുറങ്ങിയ ആ സുഖം എനിക്കിന്ന് വരെ കിട്ടിയിട്ടില്ല ഒരിടത്തും. ഞാൻ ഭാര്യയോട് പറയാറുണ്ട്. കാരണം എൻ്റെ അമ്മ ഒരു കയ്യിൽ എന്നെയും മറുകൈയിൽ അനിയനെയും ഇങ്ങനെ വെച്ചിട്ട് ആണ് ഉറങ്ങുക. അപ്പോൾ ഈ കൈയൊന്നും അനക്കാതെ ഈ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് രണ്ടുപേരും, ഞങ്ങൾ തമ്മിൽ 1 വയസ്സിന് വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ ഉറങ്ങുമ്പം എനിക്ക് കിട്ടിയ ആ ചൂടും ആ സുരക്ഷിതത്വവും എൻ്റെ അമ്മയുടെ കൈയുടെ ആ ഒരു മൃദുത്വവുമൊക്കെ വേറെ ലോകത്തൊരു തലയിണയ്ക്കും എനിക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു സ്ത്രീക്ക് മാത്രം നൽകാൻ കഴിയുന്ന ഒന്നാണത്. അപ്പോൾ അതിലേക്ക് അവർ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ആ മാതൃത്വവും ആ സ്നേഹവും ആ സാഹോദര്യവും ഒക്കെ സമൂഹത്തിലേക്ക് വരും. സ്വാഭാവികമായും എത്തേണ്ടതാണ്. അതിന് വിരുദ്ധമായ ചില സമീപനങ്ങളും ചില ഘടകങ്ങളും ഒരുപക്ഷെ ചില സ്ത്രീകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കറിയാം. അത് സമൂഹത്തിൻ്റെ ഭാഗം തന്നെ. അതുകൊണ്ട് അതിനെ നമ്മൾ പൊതുവൽക്കരിക്കേണ്ട കാര്യമില്ല. അപ്പം ഈ നിലക്കൊക്കെ വളരേണ്ട, എത്തേണ്ട സ്ഥാനത്തേക്ക് കേരളത്തിലെ സ്ത്രീകൾ എത്തുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ആത്മപരിശോധന കൂടി ഈ ഒരു വേദിയിൽ ഉണ്ടാവട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള കഥകളും വാർത്തകളും കേൾക്കാൻ നമുക്കിടയാകാതിരിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരള വിഷനെ സംബന്ധിച്ച് പറയുമ്പോൾ, കേരള വിഷൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനം അത് വളരെ വളരെ ചെറുതായി ആരംഭിച്ച് കേരളത്തിൻ്റെ പല ജില്ലകളിലും വളരെ ചെറിയ ചെറിയ നെറ്റ്വർക്കുകൾ ആയിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നും അതിനെ ഞങ്ങളൊരു സംഘടനാ രൂപത്തിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അതിനെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് കേരളം മുഴുവൻ ഒരു നെറ്റ്വർക്ക് സംവിധാനം രൂപപ്പെടുത്തുകയും ആ നെറ്റ്വർക്ക് സംവിധാനത്തെ പടിപടിയായി വളർത്തിയെടുത്ത് അതിനെ ഇന്ന് കേരളത്തിലെ തന്നെ ഒന്നാമത്തെ സർവീസ് പ്രൊവൈഡറായി കേബിൾ TV മേഖലയിലെ ഒന്നാമത്തെ സ്ഥാനത്തേക്ക് എത്തിക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ 30 ലക്ഷത്തോളമാണ് കേരള വിഷൻ്റെ ഡിജിറ്റൽ TV വരിക്കാരുടെ എണ്ണം എന്ന് പറയുന്നത്. 12 ലക്ഷത്തോളം ബ്രോഡ്ബാൻഡ് കൺസ്യൂമേഴ്സ് കേരള വിഷനുണ്ട്. ഇത് രണ്ടും കേരളത്തിലെ 1-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. കേരളത്തിൽ 1-ാം സ്ഥാനത്ത് ഞങ്ങൾ നിൽക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ 10 കമ്പനികൾ, ആ 10 കമ്പനികളുടെ എണ്ണം എടുക്കുമ്പോൾ അതിൽ കേബിൾ TV മേഖലയിൽ 5-ാം സ്ഥാനത്തും ബ്രോഡ്ബാൻഡ് മേഖലയിൽ 6-ാം സ്ഥാനത്തുമാണ് കേരള വിഷൻ. ഈ 10 കമ്പനികളെയാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. ഇന്ത്യയിലെ ഈ 10 കമ്പനികളിൽ 1-ാം സ്ഥാനം എന്ന് പറയുന്നത്, 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് മുകേഷ് അംബാനിയുടെ ജിയോ ആണ്, നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് ഭാരതി എയർടെല്ലാണ്. നമ്പർ 3 എന്ന് പറയുന്നത് വോഡാഫോൺ ഐഡിയ ആണ്. നമ്പർ 4 എന്ന് പറയുന്നത് BSNL ആണ്. ഈ കാറ്റഗറിയിലാണ് നമ്പർ 5 കേരള വിഷൻ നിൽക്കുന്നത്. പാൻ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന 5 കമ്പനികൾ, ആ 5 കമ്പനികളിലെ 5-ാം സ്ഥാനം കൊച്ചു കേരളത്തിൽ നിന്ന് പിറവിയെടുത്ത് വളർന്നു വലുതായി വികസിച്ച കേരള വിഷനാണ്. അങ്ങനെ ഞങ്ങൾക്ക് ആ നിലയ്ക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ സഹായിച്ചത് കേരളത്തിൻ്റെ ഏറ്റവും സാധാരണ ജനവിഭാഗങ്ങളും ഇവിടുത്തെ പൊതുസമൂഹവുമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നത് ഏതെങ്കിലും ഒരു ചെറുകിട വ്യവസായ സംരംഭകരോടല്ല. ഞങ്ങൾ മത്സരിക്കുന്നതെല്ലാം ഈ പറഞ്ഞ കോർപ്പറേറ്റുകളോടാണ്. കേരളത്തിലെ ഞങ്ങളുടെ എതിരാളികൾ അംബാനിയും ഭാരതി എയർടെല്ലും അടങ്ങുന്ന വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ്. ഇപ്പം ആ ഗ്രൂപ്പിലേക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കോർപ്പറേറ്റ് ഭീമൻ കൂടി കടന്നു വരികയാണ്, ഇലോൺ മസ്ക്. മസ്കിൻ്റെ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സർവീസ് അതിപ്പോൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് അനുമതി കൊടുത്തിരിക്കുകയാണ്. ഇലോൺ മസ്ക് ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ ആദ്യം പറയുന്നത് ശരിക്കും കേരള വിഷനല്ല,
ആദ്യം അതിനെതിരെ നിന്നത് മുകേഷ് അംബാനിയാണ്. അംബാനിയാണ് സെൻട്രൽ ഗവൺമെന്റിനോട് പറഞ്ഞത് ഒരിക്കലും മസ്കിന് സ്പെക്ട്രം പെർമിഷൻ കൊടുക്കാൻ പാടില്ല. കാരണം മസ്ക് വന്നാൽ ആദ്യം മാർക്കറ്റ് നഷ്ടമാകുക അംബാനിക്കാണെന്നുള്ള അംബാനിക്കറിയാം. പക്ഷെ എന്തായാലും പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അതൊരു ഇന്റർനാഷണൽ ബിസിനസ് ഡീലൂടെയാണ്. സ്വാഭാവികമായും US-ലും പുതിയൊരു ഭരണമാറ്റം ഉണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമായി ലോകത്തെമ്പാടുമുള്ള വ്യവസായ ബിസിനസ് മേഖലകളിൽ മാറ്റമുണ്ടാവും. സ്വാഭാവികമായും മസ്കിന് ഇന്ത്യയിലേക്ക് വരാനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി മസ്ക് വരിക. ഇപ്പം മറ്റൊരു സംഭവം ഉണ്ടായത്, രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും ശത്രുക്കൾ സ്ഥിരശത്രുവും മിത്രവും ഇല്ല എന്ന് പറയുക. അപ്പം മസ്ക് വന്നപ്പോൾ മസ്കിന്റെ എതിരാളികളാകും എന്ന് കരുതിയിരുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 കമ്പനികൾ ജിയോയും എയർടെല്ലും അവരെന്ത് ചെയ്തു? അവരിപ്പോ മസ്കുമായി യോജിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ മസ്കിന്റെ ഉൽപ്പന്നങ്ങൾ ജിയോയുടെ ഷോറൂമുകളിലും എയർടെല്ലിന്റെ ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളിലൂടെയാണ് വിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോ ലോകത്തിലെ തന്നെ വലിയ കോർപ്പറേറ്റുകൾ ഒരുമിക്കുക. ഇപ്പോൾ പരസ്പരം മത്സരിച്ചിരുന്ന, പരസ്പരം ശത്രുതാഭാവത്തിൽ കണ്ടിരുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന 2-3 കമ്പനികളെ ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ളൂ. അതിലൊന്ന് വോഡാഫോൺ ഐഡിയയും. വോഡാഫോൺ ഐഡിയ എന്ന് പറയുമ്പോൾ അത് ബ്രിട്ടൻ ബേസ് ചെയ്തിട്ടുള്ള വോഡാഫോൺ എന്ന് പറയുന്ന കമ്പനിയും ഇന്ത്യൻ കമ്പനിയും കൂടെ ടൈപ്പ് ആയതാണ്. പിന്നീട് വേറിട്ട് നിൽക്കുന്ന 2 സ്ഥാപനങ്ങൾ ഇന്ന് ഇന്ത്യയിലുള്ളത്, ഒന്ന് BSNL-ഉം മറ്റൊന്ന് കേരള വിഷനുമാണ്. ഒരു പഴഞ്ചൊല്ലുണ്ട്, വെൻ യു ആർ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് എ ബ്ലാക്ക് ഡെവിൾസ് അറ്റ് ലീസ്റ്റ് യു ഷുഡ് ബി എ ഡെവിൾ എന്ന് പറയാറുണ്ട്. നിങ്ങൾ കറുത്ത ചെകുത്താന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ മിനിമം ഒരു ചെകുത്താനെങ്കിലും ആകണം എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ ഈ കറുത്ത ചെകുത്താന്മാരോടാണ് ഇനി കേരള വിഷൻ മുഖാമുഖം നിൽക്കേണ്ടത് എന്നുള്ളതാണ് സത്യം. അവിടെ എങ്ങനെ നമുക്കിനി ഒരു ചെകുത്താനായി മാറാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ ആലോചനകൾ ആവശ്യമാണ്. എന്തായാലും അത് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് അല്ല, ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയ ഒരു നെറ്റ്വർക്ക് സംവിധാനം ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. 30 ലക്ഷം വീടുകളുടെ ബന്ധം എന്ന് പറയുമ്പോൾ, കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 3.5 കോടിയാണ് കേരളത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത്. 30 ലക്ഷം വീടുകൾ, 12 ലക്ഷം ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 42 ലക്ഷത്തോളം വീടുകളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 1.5 കോടിയോളം വരുന്ന ആളുകൾ കേരള വിഷൻ്റെ ഉപഭോക്തൃ ശൃംഖലയ്ക്കുള്ളിലാണ്. കേരള വിഷൻ വാർത്ത, കേരള വിഷൻ ന്യൂസ് ഇത്രയും ആളുകളിലേക്കാണ് ചെല്ലുന്നത്. എനിക്ക് തോന്നുന്നു ഇതും ഒരു ലൈവ് പ്രോഗ്രാമാണെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ ഏതാണ്ട് 30 ലക്ഷത്തോളം വീടുകൾ എന്ന് പറയുമ്പോൾ അത്രയും ആളുകളിലേക്ക് ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം പോവുകയാണ്. അത്രയും വലിയ നെറ്റ്വർക്കിൻ്റെ സാധ്യതകളിലേക്കാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ വിവിധ മേഖലകളിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കേബിൾ TV മേഖലയുണ്ട്, ബ്രോഡ്ബാൻഡ് ഉണ്ട്, ബ്രോഡ്കാസ്റ്റ് മേഖലയിലുണ്ട്. അതിൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ ചാനലാണ് കേരള വിഷൻ ന്യൂസ്. കേരള വിഷൻ ന്യൂസിനൊപ്പം സാറ്റലൈറ്റ് വാർത്താ മേഖലയിൽ ന്യൂസ് മലയാളം 24/7-ഉം അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഷെയർ ഹോൾഡിംഗ് ഉള്ള ഒരു സ്ഥാപനമാണ്, മാധ്യമ സ്ഥാപനമാണ്. അതോടൊപ്പം ഞങ്ങൾ സൊസൈറ്റി നടത്തുന്നുണ്ട്, ട്രസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ മുൻ പ്രസിഡന്റിന്റെ പേരിൽ. അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ കേരള വിഷന്റെ പേരിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലൊക്കെ എങ്ങനെ സ്ത്രീകളുടെ പ്രാധാന്യം, സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുതൽ എങ്ങനെ ഉൾക്കൊള്ളിക്കാം, എങ്ങനെ അവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറച്ചുകൂടി മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ കേരള വിഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അല്ലെങ്കിൽ എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ആദ്യമായി ഇത്തരത്തിലൊരു വിമൻസ് ലീഡർഷിപ്പ് കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പം ഇതിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും കേരള വിഷൻ ന്യൂസിൻ്റെ ഔപചാരികമായ നന്ദിയും സ്വാഗതവുമൊക്കെ അതിൻ്റെ ഭാരവാഹികൾ പറയുമെങ്കിൽ കൂടിയും സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. എല്ലാവിധ
ആശംസകളും അഭിവാദനങ്ങളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.